കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടിച്ച കെട്ടിടത്തിലെ കടകൾ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇവിടുത്തെ കച്ചവടക്കാർക്ക് പറയാനുള്ളത് നഷ്ടത്തിന്റെ കഥകളാണ്. തീപിടുത്തമുണ്ടായി 1 മാസം പിന്നിട്ടിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിനാൽ കടുത്ത പ്രയാസത്തിലാണിവർ. നിലവിൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് കടകളിലെ വൈദ്യുതീകരണം. ഇതിനാൽ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ഒരു ചെറിയ 110 സ്ക്വയർ ഫീറ്റ് റൂമിനൊക്കെ 45,000, 50,000, 60,000 രൂപ വാടകയാണ്. അന്നപ്പോൾ ഒരു മാസം 60,000 റുപ്യ, അതും ഒരു കറണ്ടിൻ്റെ പൈസ ഒരു 30,000, 40,000 റുപ്യ, അതാകുമ്പോൾ 1,00,000 രൂപേൻ്റെ അടുത്ത് ഒരു ചെറിയ ഷോപ്പുകാരന് ഇത് വരും. ഇവിടെ ബിസിനസ് ചെയ്യുന്ന 5,000 റുപ്യ 6,000 റുപ്യേൻ്റെ ബിസിനസ് ചെയ്തിട്ട് അത് കൊടുക്കാൻ കഴിയൂല. ഇത് തന്നെ പിന്നെ വീട്ടിലിരിക്കേണ്ട, ഇങ്ങോട്ട് പോരുക. മെയ് 18-നാണ് കോഴിക്കോട് മൊഫ്യൂസ് ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. ഇതേ തുടർന്ന് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 26-ന് കെട്ടിട സമുച്ചയത്തിലെ താഴെ നിലയിലെ കടകൾ തുറന്നു പ്രവർത്തിച്ചു. പക്ഷേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തത് കടയുടമകളെ ആശങ്കയിലാക്കി. തീപിടുത്തത്തിന് ശേഷം മീറ്ററുകളിൽ ഉൾപ്പെടെ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ കടകളിലെയും വയറിംഗ് മാറ്റി ഫിറ്റ്നസ് ഉറപ്പാക്കിയിട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാവൂ എന്നതാണ് നിർദ്ദേശം. ഇതോടെ നിലവിൽ 2 ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് കടകളിലെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഇതിനാൽ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടവും ഇവർ നേരിടുന്നതായി കച്ചവടക്കാർ പറയുന്നു. 500 മുതൽ 2,500 രൂപ വരെ നൽകേണ്ടവരാണ് ഓരോ കടയുടമകളും. കൂൾ ബാറുകൾക്കാണ് കൂടുതൽ തുക ചിലവാകുന്നതെന്നും കടയുടമകൾ പറയുന്നു. ജനറേറ്ററിന് വാടക നൽകാൻ വഴിയില്ലാതെ 2 കടകൾക്ക് ഉടമകൾ താഴിട്ടു. മഴ കാരണം ആളുകളും കച്ചവടവും കുറഞ്ഞു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാലാണ് കറണ്ടിൻ്റെ പണി തന്നെ വർക്ക് തന്നെ തുടങ്ങിയത്. അതിനാൽ നിരന്തരമായ വ്യാപാരി വ്യവസായിൻ്റെയും ഷോപ്പ് ഓണേഴ്സിൻ്റെയും നിരന്തരമായ സമ്മർദ്ദം മൂലം കോർപ്പറേഷനോട് പറഞ്ഞിട്ട് ഈ വർക്കിംഗ് എപ്പോഴാത് തീരാന്ന് ഇലക്ട്രിസിറ്റി ഇത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല ഇത് എപ്പോഴാ തീരാന്ന്. കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ കോർപ്പറേഷനും ഉത്തരവാദിത്തമുണ്ടെന്നാണ് വ്യാപാരികളുടെയും ആരോപണം. പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് വാടക ഒഴിവാക്കുകയോ കുറച്ചു നൽകുകയോ വേണം. അതോടൊപ്പം വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടി കോർപ്പറേഷൻ സ്വീകരിക്കണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.